ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല, ഇന്നൊരു അവയർനെസ് വീഡിയോ ആണ്. അടുക്കളയിൽ പാചകം എളുപ്പമാക്കുന്നതിന് മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് പ്രഷർ കുക്കർ. പക്ഷേ ഈയിടയ്ക്ക് പലപ്പോഴുമായിട്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളിലൊന്നാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ. പ്രഷർ കുക്കർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പലരുടെയും പരിപ്പുകൾ വേഗത്തിൽ വേവിച്ചെടുക്കാനും വെജിറ്റബിൾ വേവിക്കാനും കൂടാതെ ഇപ്പം മട്ടയരിയൊക്കെ വേവിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് കുക്ക് ചെയ്തെടുക്കാം. അത്രയും ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പല വീടുകളിലെയും ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് പ്രഷർ കുക്കർ. അപ്പം നമ്മൾ ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ അപകടങ്ങളെല്ലാം ഒഴിവാക്കാം. അപ്പം അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുക്കർ പാചകത്തിന് മുൻപ് തന്നെ പ്രഷർ കുക്കർ പരിശോധിക്കണം. കുക്കർ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ വെൻറ്റ് ട്യൂബിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മളുടെ പരിപ്പുകളോ എന്തെങ്കിലും വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തരികൾ ഈ വെൻറ്റുകളിൽ കുടുങ്ങിയിട്ട് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി വാൽവിന് തകരാറുണ്ടോ എന്ന് നോക്കുക. അത് ചിലപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിലോ പഴക്കമുണ്ടെങ്കിലോ സേഫ്റ്റി വാൽവ് കേടുവന്നിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് ടൈം എടുക്കുന്നു നിങ്ങളുടെ കുക്കർ കുക്കാവാനെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി വാൽവ് ചെക്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അത് മാറ്റുകയും വേണം. അത് സെയിം ബ്രാൻഡ്, ഇപ്പം ഏത് ബ്രാൻഡാണോ നിങ്ങൾ കുക്കർ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ സേഫ്റ്റി വാൽവ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടാതെ നമ്മൾ ഒറ്റയ്ക്ക് മാറ്റാതെ അതൊരു ഷോപ്പിലെങ്ങാനും കൊടുത്ത് മാറ്റുകയായിരിക്കാം നല്ലത്. അതുപോലെ തന്നെ ഒന്നാണ് ഗ്യാസ്കറ്റ് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്യാസ്കറ്റ് പ്രോപ്പറായിട്ടല്ലേ ഇട്ടിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പ്രഷർ പോയതിന് ശേഷം മാത്രം സാധനങ്ങൾ തുറക്കുക. അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. കുക്കറിൽ ഒഴിക്കേണ്ട വെള്ളം, ഇടേണ്ട ഭക്ഷണ പദാർത്ഥം എന്നിവയുടെ അളവ് കൃത്യമായി മനസ്സിലാക്കി വേണം പാചകം ചെയ്യാൻ. ആഹാര പദാർത്ഥങ്ങൾ കുത്തി നിറയ്ക്കരുത്. ഓരോ ദിവസവും ഉപയോഗം കഴിയുമ്പോൾ വാഷറും വെയിറ്റും എല്ലാം വൃത്തിയാക്കി വയ്ക്കുക. ആവി മുഴുവൻ പോകാതെ കുക്കറിൻ്റെ അടപ്പ് തുറക്കരുത്. വില കുറവ് മാത്രം നോക്കി വാങ്ങിക്കാതെ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ISI മുദ്രയുള്ള കമ്പനിയുടെ കുക്കർ മാത്രം വാങ്ങി ഉപയോഗിക്കുക. കൂടാതെ ഒരുപാട് പഴക്കമായാൽ നിങ്ങളുടെ കുക്കർ ഉപേക്ഷിച്ച് പുതിയത് ഉപയോഗിക്കാൻ തുടങ്ങുക. പഴക്കമുള്ളതിന് പെട്ടെന്ന് തന്നെ അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുകളും കൂടുതലാണ് എന്നറിയുക. അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.